നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്കുണ്ട്, നീ അതിന് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന്. എപ്പോഴും ആരെയും അധികം കൂടുതൽ സ്നേഹിക്കാതിരിക്കുക. ചിലപ്പോൾ ആ കൂടുതൽ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. എന്നാലും നമ്മൾ നമ്മളെ മാറ്റാൻ ശ്രമിക്കരുത്. ദാറ്റ് ഈസ് ജെന്യുവൻ ക്യാരക്ടർ. മറ്റുള്ളവർക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മൾ വേണ്ടിവരും. പക്ഷേ തിരിച്ച് നമുക്കാണ് ഒരു ആവശ്യം വന്നതെങ്കിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല എന്നതാണ് സത്യം. ഇഷ്ടം തോന്നിയപ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമില്ലാതാകുമ്പോൾ പറയാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ വിശ്വാസമുണ്ടാകും, പേരുണ്ടാകില്ല. മരിക്കുമ്പോൾ വിശ്വാസമുണ്ടാകില്ല, പേരുണ്ടാകും. ഈ ശ്വാസവും പേരും തമ്മിലുള്ള അകലമാണ് ജീവിതം. ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ ജയിക്കുന്ന ഒരു മൊമെൻ്റ് വരും. സങ്കടം നൽകിയ കാലത്തെ നീ മറക്കുക. അത് ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ടാകും. ആ പാഠം നീ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ഓരോ വേദനകളും ഓരോരോ പാഠങ്ങളാണ്. ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത പാഠങ്ങൾ. മൗനം എന്നതിന് അക്ഷരങ്ങൾ കുറവാണെങ്കിലും അതിന് അർത്ഥങ്ങൾ പലതാണ്. നമ്മളെ സംശയിക്കുന്നവരോട് ഉപദേശം ചോദിക്കരുത്. അസൂയ ഉള്ളവരോട് നമ്മുടെ ലക്ഷ്യം വെളിപ്പെടുത്തുകയും ചെയ്യരുത്. ഒരു സ്ത്രീ നിങ്ങളോട് നിരാശയോ അസ്വസ്ഥതയോ കാണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു തുടങ്ങിയെന്നാണ്. ഉയർന്ന IQ ഉള്ള സ്ത്രീകൾക്ക് ഇണയെ കണ്ടെത്തുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. തെറ്റായ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് പകരം അവർ അവിവാഹിതരായി തുടരാൻ ഇഷ്ടപ്പെടുന്നു. പുരുഷന്മാരെക്കാൾ ശരാശരി 20% സ്ത്രീകളിൽ നിറങ്ങളിലെയും ആകൃതിയിലെയും വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുന്നു. മുഖം മണ്ണിനോട് ചേരുന്ന ഒരു ദിവസം നമുക്ക് വന്നു ചേരാനുണ്ട്. ചിന്തിക്കുക. സ്നേഹം യാചിച്ച് അന്വേഷിച്ചു പോകാതെ നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ട് അവരെ നെഞ്ചോട് ചേർക്കുക. നാം വിശ്വസിച്ചവരെ കൂടെ നിർത്തി അവരെ മനസ്സിലാക്കാൻ കാരണമാകുന്നത് നാം പരാജയപ്പെട്ട സമയമായിരിക്കും. നമ്മൾ കാണുന്ന ഓരോരുത്തരും ചിരിച്ച മുഖത്തോടെ നടക്കുന്ന പലരുടെയും ജീവിതം നാം വിചാരിക്കുന്ന പോലെ അത്ര സന്തോഷമുള്ളതല്ല. ആ ചിരിയുടെ പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. മനഃശാസ്ത്ര അറിവുകൾ. മണ്ടത്തരങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾ ഉപബോധ മനസ്സിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുഖത്തിൻ്റെ ഇടതുവശം വലതുവശത്തേക്കാൾ കൂടുതൽ പ്രകടമാണ്. ശക്തമായ കുറ്റബോധമുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും നന്നായി മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒടുവിൽ ഒറ്റപ്പെടുന്നു. ക്ഷീണിതനായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ സൃഷ്ടിപരമായി പ്രവർത്തിക്കുന്നു. ഒഴിവാക്കാൻ കാണിക്കുന്ന മൗനത്തേക്കാൾ നല്ലത് വേണ്ടെന്ന് തുറന്നു പറയുന്നതാണ്. ഏറ്റവും രുചിയുള്ള ഭക്ഷണം അത് വിശപ്പാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് ഇപ്പോഴും അത് ജീവിത യാഥാർത്ഥ്യമാണെന്ന് സത്യം. മടുത്തു തുടങ്ങുമ്പോൾ കുറ്റപ്പെടുത്തി തുടങ്ങും. അത് പതിയെ ഒറ്റപ്പെടുത്തലിലേക്ക് വഴിമാറും. പരിഗണിക്കപ്പെടുമ്പോഴാണ് ഓരോ മനുഷ്യരും മനോഹരമായി ചിരിക്കുന്നത്. ഓരോ രാത്രിയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. കഴിഞ്ഞുപോയ വേദനകളുടെയും നഷ്ടങ്ങളുടെയും ഒരു നീണ്ട ഓർമ്മപ്പെടുത്തൽ. ഇനി ഉണരുമോ എന്ന് പോലും അറിയാത്ത യാത്രയും. നമ്മുടെ ശരീരത്തിന് ആഹാരവും വ്യായാമവും എത്രമാത്രം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കുക എന്നത്. മനുഷ്യർ എന്നും എപ്പോഴും എന്തിനെയെങ്കിലും കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്ത്രീകൾക്ക് ഒരു രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കുന്നത് ശരാശരി 47 മണിക്കൂറും 15 മിനിറ്റുമാണ്. നിങ്ങൾ സ്വപ്നത്തിൽ ഒരു അപരിചിതനെ കാണുകയാണെങ്കിൽ അതിനർത്ഥം അവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കും.
പറയാനാവാത്ത പ്രണയമായിരിക്കും ഈ ലോകത്ത് അധികവും ഉണ്ടാവുക. അവസാനം അയാളുടെ കാതുകളിൽ എത്താതെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് മനസ്സിൽ മെല്ലെ തട്ടി സ്വയം മറന്നു തുടങ്ങുന്ന പ്രണയം. കിട്ടാത്ത സ്നേഹത്തിനേക്കാൾ എത്രയോ വേദനയാണ് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം കുറഞ്ഞു തുടങ്ങിയെന്ന് തിരിച്ചറിയുമ്പോൾ. നമ്മൾ സ്വയം വില കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ച് വേദനിച്ചാലും മിണ്ടാതെയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാൻ എപ്പോഴും ഒരു കാരണം വേണം. പക്ഷേ പ്രശ്നങ്ങളുണ്ടാകുന്നത് എവിടുന്ന് എന്ന് പോലും അറിയില്ല. കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രക്കും അതിയായ മോഹം വേണമെന്ന് മാത്രം. കാത്തിരിപ്പ് വേദനയാണ്, മറക്കുന്നതും വേദനയാണ്. എന്നാൽ ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് ആണ് ഏറ്റവും വലിയ വേദന. സുഖസൗകര്യങ്ങളുടെ ലോകം വാഗ്ദാനം ചെയ്യുന്ന എന്തിൽ നിന്നും അകന്നു നിൽക്കുക. അർത്ഥം പറഞ്ഞു തരാൻ ഒരാൾ അരികിലെത്തും വരെ പ്രണയം ഒരു വാക്കുമാത്രമാണ്. നിങ്ങളുടെ മനസ്സിനോടും ആത്മാവിനോടും കൂടി സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്നതാണ് വിജയം. മനസ്സു നിറഞ്ഞ് ചിരിക്കാൻ വേണ്ടി വരുന്നത് കുറച്ച് അനുഭവങ്ങൾ മാത്രമാണ്. ചുറ്റിലും ഒരുപാട് പേരുണ്ടെങ്കിലും ഇടയ്ക്ക് അങ്ങ് ഒറ്റപ്പെട്ടു പോകാറുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ മനസ്സിലാക്കുന്നവർ ആകണമെന്നില്ല. ആരും ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോഴത്തെ സന്തോഷം അതു മതി എല്ലാവർക്കും. സ്നേഹിച്ചവർ ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ചു പോകില്ല. വാക്കുകൾ കൊണ്ട് സ്നേഹം നടിച്ചവർക്ക് മാത്രമേ അതിന് കഴിയൂ. മനഃശാസ്ത്രം അനുസരിച്ച് ഒരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ ഭാവി പദ്ധതികൾ, സ്വപ്നങ്ങൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ, പ്രശ്നങ്ങൾ, നിങ്ങളുടെ നീരസങ്ങൾ, പകകൾ, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും, പരിഹരിക്കപ്പെടാത്ത അരക്ഷിതാവസ്ഥകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ മതപരവും രാഷ്ട്രീയവുമായ വീക്ഷണങ്ങൾ. കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച തിരികെ കിട്ടുമ്പോൾ ആ വ്യക്തി ആദ്യം ഉപേക്ഷിക്കുന്നത് തൻ്റെ അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ആ വടിയെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ ആരുടെയും വടിയൂന്നുന്ന ആളാവാതിരിക്കുക. നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾക്കിടയിലും എല്ലാവരുടെയും മുന്നിലും മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയുന്നില്ലേ? ശരിക്കും അത് നമുക്കൊരു നേട്ടം തന്നെയാണ്. മനസ്സ് തുറന്ന് സംസാരിക്കുന്നയാളെ വെറുക്കും. മനസ്സിലൊതുക്കി അഭിനയിക്കുന്നയാളെ സ്നേഹിക്കും. അതാണ് ഈ ലോകം. ഈ ലോകം ആരാണ് അഭിനയിക്കുന്നത് അവരെയാണ് ഉയർത്തപ്പെടുന്നത്. ഒരു സ്ത്രീ അവരുടെ പ്രായം മറച്ചു വെക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത യുവതിയാണ്. ചിലർക്ക് നമ്മളോടുള്ള അടുപ്പം കണ്ട് നമ്മൾ അവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. അവിടെ വിഡ്ഢിയായി മാറുന്നത് അവസാനം നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ നീ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുമ്പോൾ കൂടെയുള്ള ആളുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കാനും ഒരു സുഖമാണ്. അവർ വരില്ലെന്ന് അറിഞ്ഞിട്ടും അവരുടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ മുന്നോട്ടു പോകുന്നത്. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിപ്പിക്കുമെന്ന്. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. എല്ലാം നമ്മളെ കൊണ്ട് കഴിയും. മാറ്റം ഉണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരു പക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി അടുക്കുന്നവരാണ് അധികവും. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കില്ല. നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിനക്ക് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ അത് തിരിച്ചു കിട്ടാൻ നിനക്ക് പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനും ഇല്ല. അവഗണിക്കാനും ഒഴിവാക്കാനും എല്ലാം എളുപ്പമാണ്. അടുത്തിരിക്കാനും ഉള്ളറിയാനുമാണ് കൂടുതൽ പ്രയാസം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.